ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരു ക്ലീനപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ക്ലീനപ്പ്, എന്താണ് ഫേഷ്യൽ, ആ ഒരു ഡിഫറൻസ് നമുക്ക് ആദ്യം അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ക്ലീനപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന ഈ ഇമ്പ്യൂരിറ്റീസ്, ഡേർട്ട്, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പൊല്യൂഷൻ, നമ്മുടെ മുഖത്തോട്ടൊരു ഡേർട്ടും പൊല്യൂഷനൊക്കെ അടിക്കുമല്ലോ. അപ്പം അതൊക്കെ മാറ്റി പിന്നെ നമ്മുടെ ആ ഒരു ഡൾ സ്കിന്നൊക്കെ അല്ലെങ്കിൽ ഒരു ഡെഡ് സ്കിന്നൊക്കെ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ക്ലീനപ്പ് എന്ന് പറയുന്നത്. ഇനി ഫേഷ്യൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലീനപ്പ് ചെയ്യുന്നതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സ് അതിനകത്ത് വരും. അതിൻ്റെ കൂടെ തന്നെ ഫേഷ്യൽ മസാജസ് ഒക്കെ വരും. അതായത് നമ്മുടെ ഫേസ് നമ്മൾ നല്ലോണം മസാജ് ചെയ്ത് ആ ഒരു ഇന്നർ ഗ്ലോ നമ്മളൊന്നുകൂടെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പം അതാണ് ഫേഷ്യലും ക്ലീനപ്പും തമ്മിലുള്ള വ്യത്യാസം. ഈ ഫേഷ്യൽ നമ്മൾ മാസത്തിൽ ഒരു വട്ടമൊക്കെ ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ലാസ്റ്റ് ഒരു വട്ടം ഫേഷ്യൽ ചെയ്തെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അടുത്ത മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഫേഷ്യൽ ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ മുഖം കുറച്ചൊന്ന് ഡള്ളായി അല്ലെങ്കിൽ ഒന്ന് ഒരുമാതിരി ഇരിക്കുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോൾ വീണ്ടും നമ്മൾ ഫേഷ്യൽ ചെയ്യരുത്. കാരണം മസാജ് നമ്മൾ ആ ഒരു കറക്റ്റ് ടൈം അനുസരിച്ചേ നമ്മുടെ ഫേസിന് കൊടുക്കാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അപ്പോൾ ഫേഷ്യൽ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്കൊരു ക്ലീനപ്പ് ചെയ്യാം. ക്ലീനപ്പും നിങ്ങൾക്കൊരു 15 ഡേയ്സ് ഗ്യാപ്പ് എടുത്ത് മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ ക്ലീനപ്പിനകത്ത് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനൊരു ടൈമുണ്ട്. 15 ദിവസം കൂടുമ്പോൾ മാത്രമേ ക്ലീനപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് ക്ലീനപ്പും ഫേഷ്യലും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഫേഷ്യൽ ചെയ്യുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാണ്. നിങ്ങളിപ്പം ഓയിലി സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫേഷ്യൽ മസാജ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ആ ഒരു സ്കിന്നിനകത്ത് ഓൾറെഡി ആ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലാണ്. അതിനോട് നിങ്ങളുടെ മസാജും കൂടെ കൂടുതലാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസാജ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ഓയിലി സ്കിന്നാണോ ഡ്രൈ സ്കിന്നാണോ കോമ്പിനേഷൻ സ്കിന്നാണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ചൊരു വീഡിയോ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടില്ലാത്തവരാണെങ്കിൽ അത് പോയി കണ്ടു നോക്കാം. ഞാനൊരു ലിങ്ക് ഇവിടെ മുകളിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തേക്കാം. അപ്പം നമ്മുടെ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ക്ലീനപ്പിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഹെഡ് ബാൻഡ് ഇട്ട് നമ്മുടെ മുടി സെക്യൂർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുഖത്തോട്ടൊന്ന് വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിന്നിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നമുക്ക് ഇനി ക്ലീനപ്പിലോട്ട് പോകാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷാണ്. ഞാനിവിടെ ഫേസ് വാഷായിട്ട് എടുക്കുന്നത് ഹിമാലയയുടെ ലെമൺ ഫ്ലേവറുള്ള ഫേസ് വാഷാണ്. ഞാനത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷാണ്. എന്നിട്ട് നമ്മൾ നല്ലോണം പതപ്പിച്ചതിന് ശേഷം മാത്രമേ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിനൊക്കെ മസാജ് ചെയ്യുകയാണ്. മസാജ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊന്നും നമ്മൾ ഫേഷ്യലിന് ചെയ്യുന്ന പോലുള്ള മസാജ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് നമ്മുടെ മുഖത്ത് എന്തായാലും അത് ആ പതപ്പിച്ച് നമ്മുടെ മുഖത്ത് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു മസാജ്, നമ്മുടെ ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ള രീതിയിലും ചെറുതായിട്ട് ഞാനൊന്ന് മസാജ് കൊടുക്കുന്നതേ ഉള്ളൂ. നമ്മുടെ മുഖത്ത് ഒരിക്കലും സോപ്പ് യൂസ് ചെയ്യരുത്. അതിന് പകരം ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിനാണ് എന്തുകൊണ്ടും ബെറ്റർ. അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആവുന്ന ഫേസ് വാഷിനെ നോക്കി സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം. ഇത് നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വരാം. ഇപ്പം നമ്മൾ മുഖം കഴുകി, ഇപ്പോൾ മുഖം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പം എനിക്ക് കാണാം മൂക്കിൻ്റെ ആ ഒരു സൈഡിലൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പോഴ്സും പിമ്പിൾസും ഒക്കെ ഉള്ളത്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. ഇപ്പോൾ സ്ക്രബിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജോവീസിൻ്റെ ആപ്രിക്കോട്ട് ആൻഡ് ആൽമണ്ട് സ്ക്രബാണ്. ഇപ്പോൾ സ്ക്രബ് എന്ന് പറയുമ്പോൾ കണ്ടെങ്കിൽ ചെറിയ ചെറിയ തരികൾ കാണും അതിനകത്ത്. അപ്പോൾ അതാണ് നമ്മുടെ മുഖത്തിലെ ആ ഒരു സ്ക്രബിങ് എഫക്റ്റ് തരുന്നത്. ഇതിപ്പോൾ ഇങ്ങനത്തെ സ്ക്രബ് അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കെമിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടെ നല്ലത്. അപ്പം അങ്ങനെയുള്ളത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു പാടുകളും ഡെഡ് സ്കിൻ സെൽസും ഒക്കെ മാറും. പക്ഷേ ഈ ഒരു തരിതരിപ്പുണ്ടല്ലോ നമ്മുടെ മൂക്കിൻ്റെ ഒക്കെ സൈഡിലുള്ള, അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്ഫോളിയേറ്റേഴ്സ് തന്നെ, ഇപ്പോൾ ഈ സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റുള്ള സംഭവങ്ങൾ തന്നെ യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങളിത് ചെയ്യാൻ നേരത്ത് ഭയങ്കരമായിട്ട് തന്നെ ബലം കൊടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യരുത്. ആ ഒരു ഓൾറെഡി തരിതരിപ്പുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ ഒരു നൈസായിട്ട് മുഖത്ത് ഇതേപോലെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അതിപ്പോൾ അത് ഇവഞ്ച്വലി ആ ഒരു തരിതരിപ്പിനൊക്കെ മാറ്റിക്കോളും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നിങ്ങളിത് ഫ്രീക്വൻ്റ് ആയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യരുത്. ഇപ്പം ആഴ്ച ഒരു 2 വട്ടമൊക്കെ മാത്രമേ നിങ്ങൾ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ദിവസം സ്ക്രബ് ചെയ്ത് പിന്നെ ഉടനെ ഒരിക്കലും സ്ക്രബ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതാണ് സ്ക്രബിങ്ങിൻ്റെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ നിങ്ങളൊരു 2 മിനിറ്റ് വരെ ഇത് കണക്കൊന്ന് മസാജ് ചെയ്യണം കേട്ടോ. മസാജ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മസാജ് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് നമ്മുടെ എവിടേക്കാണ് നമുക്കത് തരിതരിപ്പുള്ളത് ആ ഭാഗങ്ങളിൽ കുറച്ച് നേരം ഒന്നെടുത്ത് ഒന്ന് സ്ക്രബ് ചെയ്യണം. ഒരു 2 മിനിറ്റ് ചെയ്താൽ മതി. അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ബലം കൊടുക്കാതെ വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ആവി പിടിച്ചിട്ട് വരാം. അപ്പോൾ ആവി പിടിക്കുമ്പോൾ നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് ഓപ്പണായി കിട്ടും. ഇപ്പം നമ്മൾ ആവി പിടിച്ചിട്ട് ഒരു ചാർക്കോൾ മാസ്ക് അപ്ലൈ ചെയ്തേക്കാണ് മുഖത്തിൻ്റെ ഈ ഒരു മൂക്കിൻ്റെ ഭാഗത്തും പിന്നെ നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും ഭാഗത്ത് ഞാൻ മാസ്ക് അപ്ലൈ ചെയ്തിട്ടൊന്ന് ഉണങ്ങാനായിട്ട് ഇട്ടിരുന്നതാണ്. പക്ഷേ അതിനെന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഭാഗത്ത് ഓൾറെഡി നനവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് അത് ഉണങ്ങാതിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പീൽ ഓഫ്. ഈ ഒരു സ്റ്റെപ്പ് ചാർക്കോൾ മാസ്ക് ഉള്ളവർ മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമ്മൾ അല്ലാതെ റിമൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു അഡീഷണൽ ആയിട്ട് ഹെൽപ്പ് ചെയ്യും കണ്ടോ. ഇപ്പോൾ ഈ ഒരു ആ ഒരു ഡോട്ട് കാണുന്നുണ്ടോ വൈറ്റ് കളറിൽ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് ആ ഒരു ബ്ലാക്ക് ഹെഡ് അല്ല വൈറ്റ് ഹെഡ് നമുക്ക് റിമൂവ് ആയി വരുന്നതാണ്. നമുക്കിരുന്ന് വാഷ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയ മൂക്കിൻ്റെ ഏരിയ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം.
സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഈ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ പോവാണ്. ഈ ഒരു സ്റ്റിക്ക് എന്ന് പറയുന്നത് നമുക്കൊരു 10 രൂപയ്ക്കുള്ള ഇവിടെ എല്ലാ സ്റ്റോഴ്സിലും അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൂക്കിലിങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഹോളിലൂടെ അത് പുറത്ത് വരും, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു ജെൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലിപ്പം അലോവേറ ജെല്ലോ അങ്ങനെ എന്തെങ്കിലും ജെല്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന ഒരു സ്മൂത്ത് ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്യുക. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ വേദന എടുക്കാതെ ചെയ്യുന്നത് കൊണ്ട് കറക്റ്റായിട്ട് വരണമെന്നില്ല. നമ്മളിപ്പോൾ പാർലറിലൊക്കെ പോയി ചെയ്യുമ്പം അവരത് കറക്റ്റായിട്ട് എടുത്തു തരും. അപ്പോൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലോണം വേദന എടുക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ വേദന എടുക്കാത്ത രീതിയിൽ ചെയ്യുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വരുന്നത്. നല്ല വേദന എടുക്കുന്ന രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിനകത്തുനിന്ന് ആ ഒരു ബ്ലാക്ക് ഹെഡ് ആയാലും വൈറ്റ് ഹെഡ് ആയാലും റിമൂവ് ചെയ്ത് വരും. നമ്മൾ നല്ലോണം പ്രസ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ അതേപോലെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാം. ഇത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യരുത്. ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത് ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതല്ല. എപ്പോഴും നമ്മൾ പോസ് ഓപ്പൺ ആക്കി ഇതിങ്ങനെ റിമൂവ് ചെയ്തെടുക്കുന്നത് നമുക്ക് സ്കിന്നിന് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബ്രേക്ക് എടുക്കാനുള്ളത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ സ്കിന്നിൽ ആ മെയിൻ റഫ് ഏരിയ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൂളിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഐസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുഖത്തേന് അപ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ കൈ വെച്ച് ചെയ്തപ്പോൾ എൻ്റെ കൈക്ക് ആ ഒരു തണുപ്പ് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കർച്ചീഫ് എടുക്കാണ്ട് അതിനകത്ത് വെച്ചിട്ട് മുഖത്തേന് അപ്ലൈ ചെയ്യാം. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്റ്റീം കൊടുത്തിട്ട് നമ്മുടെ പോർസ് എല്ലാം ഓപ്പൺ ആക്കിയല്ലോ. എന്നിട്ടാണ് നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്തെടുത്തത്. ഇനി നമ്മൾ ആ പോർസ് ഒക്കെ വീണ്ടും അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതെന്തിനാണ് അടയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്ന സംഭവങ്ങൾ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ലെയറിനൊരു ഗ്ലോ കൊടുക്കുന്നതല്ല, നമ്മുടെ സ്കിന്നിൻ്റെ ആ പോസിൻ്റെ അകത്തോട്ട് കയറാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കയറി കഴിയുമ്പോഴത്തേക്ക് ആ പോസിലിരുന്ന് ചിലപ്പോൾ അത് അവിടെ ഡേർട്ടായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പോറെല്ലാം അടയ്ക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കൂളിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആ പോസൊക്കെ നടഞ്ഞു കിട്ടും. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് മുഖത്തൊരു കൂളിംഗ് കൊടുക്കാമെന്ന് പറയുമ്പം നല്ലതാണ്. നമ്മുടെ മുഖത്ത് രാവിലെ നമുക്ക് എണീക്കുമ്പോൾ ഒരു മുഖത്തൊരു നീര് വന്നൊക്കെ പോലെ ഇരിക്കത്തില്ല. അപ്പോൾ അതൊക്കെ മാറാനൊക്കെ ആ ഒരു കൂളിംഗ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്കാണ്. സോ ഞാൻ ഈ പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആദ്യം എടുത്തിരിക്കുന്നത് കസ്തൂരി മഞ്ഞൾ ഉണക്കി പൊടിച്ചതാണ്. അതിൻ്റെ കൂടെ ഞാൻ റോസ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പം ഈ ഒരു പാക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ബോയ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹെയർ റിമൂവും കൂടെ ചെയ്യുന്നൊരു പാക്കാണ്. അപ്പോൾ ബോയ്സിന് അപ്ലൈ ചെയ്യുന്നത് അവരുടെ മുഖത്തുള്ള ഹെയർസ് ഒക്കെ റിമൂവ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബോയ്സിനല്ല, ഇത് ഗേൾസിനുള്ള പാക്കാണ്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്തൂരി മഞ്ഞൾ ഉണക്കി പൊടിച്ചതിന് ശേഷം മാത്രം എടുക്കാൻ നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ ഡയറക്റ്റായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന് എന്തെങ്കിലും ഒരു എരിച്ചിലോ അല്ലെങ്കിൽ പുകച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നിങ്ങൾക്കിപ്പോൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കസ്തൂരി മഞ്ഞളുടെ കൂടെ ഇതേപോലെ റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഇനി ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറിന് പകരം പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ വല്ലതും യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ തേനും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തെ പാടുകളൊക്കെ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഏരിയ പിന്നെ പിരികത്തിൻ്റെ ഏരിയ ഒന്ന് അപ്ലൈ ചെയ്തിരിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ അവിടുത്തെ മുടിയൊക്കെ പോകും. സോ നമ്മളിനി കഴുകിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ പാക്കൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടുണ്ട്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പാക്ക് തന്നെ അപ്ലൈ ചെയ്യണം നിർബന്ധമില്ല, ഏത് പാക്ക് ആണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ ടോണർ, മോയ്സ്ചറൈസർ, SPF ഇത് മൂന്നും അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ടോണറാണ് അപ്ലൈ ചെയ്യുന്നത്. ടോണറായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് റോസ് പൗഡറാണ്. അപ്പോൾ അത് കുറച്ച് ഇങ്ങനെ കയ്യിലെടുക്കുക, എൻ്റെ മുഖത്ത് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ SPF അപ്ലൈ ചെയ്യുന്നില്ല, കാരണം ഞാൻ പുറത്തൊന്നും പോകുന്നില്ല. അടുത്ത സ്റ്റെപ്പ് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസർ നമ്മൾ ആ ഒരു ടോണറിൻ്റെ മുകളിൽ കൂടെ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ഒരു നനവിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മുടെ മുഖത്തിന് നല്ലോണം അതൊരു എഫക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. എന്നിട്ട് നമ്മൾ അത് നല്ലോണം ഒന്ന് മുഖത്തൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ SPF നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ SPF അപ്ലൈ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം തന്നെ നിങ്ങൾ പുറത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം അതേപോലെ നിങ്ങൾ വേറെ എന്തെങ്കിലും മേക്കപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പുതിയ സാധനങ്ങളൊന്നും മുഖത്ത് അപ്ലൈ ചെയ്യാതിരിക്കുന്നതുമാണ് നല്ലത്. കാരണം നമ്മുടെ പോർസ് ഒക്കെ നമ്മൾ ഇത്രയും ഓപ്പൺ ആക്കി ക്ലീൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഈ ക്ലീനപ്പ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ നിങ്ങളത് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ 15 ദിവസം കൂടുമ്പോൾ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. എന്ത് കാര്യവും കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് എടുത്ത് തന്നെ ചെയ്യാവുള്ളൂ. പിന്നെ അത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ക്ലീനപ്പ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടും ഒന്നുകൂടൊരു ജീവൻ വെച്ച പോലെ തോന്നി. അപ്പോൾ അതേപോലെ നമുക്ക് തൊട്ടുകൊണ്ടിരിക്കാനൊക്കെ തോന്നുന്ന രീതിയിൽ നമുക്ക് ഒരു ചേഞ്ച് വരും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് തൊട്ടുകൊണ്ടിരിക്കാൻ തോന്നുമെങ്കിൽ എപ്പോഴും ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കരുത്. കാരണം നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ എപ്പോഴും ഇങ്ങനെ നമ്മൾ കൈവച്ച് തൊടുന്നതും നമ്മുടെ സ്കിന്നിൽ ഇമ്പ്യൂരിറ്റീസ് കൂടാനൊക്കെ കാരണമാകും. കാരണം നമ്മുടെ കയ്യിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ഡേർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഫേസിൽ പറ്റും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സ്കിന്നിൽ തൊടുകയും ചെയ്യരുത് കേട്ടോ. അതൊരു ടിപ്പാണ്. അപ്പോൾ ഈ വീഡിയോ
വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് ഇഷ്ടപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ ഒപ്പീനിയൻസും പിന്നെ ഇനി എന്ത് വീഡിയോസൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റും കൂടെ ചെയ്തേക്കുക. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം സൈഡിലൊരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഇട്ടാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് ഒരു ബിഗ് താങ്ക്സും കൂടെ പറയുകയാണ്. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.